കേരളത്തിൽ റിലീസ് ചെയ്തപ്പോൾ ഇത് നന്നായിട്ട് ഓടി ആളുകൾ കൊണ്ടാടി വലിയ നിലയിലേക്ക് പോയി. ഞാൻ പറയാം ആദ്യഘട്ടത്തിൽ ഇത് റിലീസ് ചെയ്യാതിരിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക വേവ് അല്ലെങ്കിൽ ഒരു മാനികയിലേക്ക് ഇന്ത്യയിലെയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എത്താതിരിക്കാനുള്ള കാരണം ഭാഷയായിരുന്നു. കേരളത്തിൽ വരാൻ കാരണം തമിഴ്നാട്ടിൽ ഹിന്ദി ഇല്ല, ഹിന്ദി സംസാരിക്കില്ല. കാരണം 1967 മുതൽ 67 പിന്നെ അവർ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമം ഉണ്ടായി. അതിനായിട്ട് ഭയങ്കര സമരം നടന്നു. അന്ന് DMK അധികാരത്തിലാണ്. അങ്ങനെ ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രത്യേകം തമിഴ് പിന്നെ പ്രക്ഷേപണം ചെയ്യാനുള്ള തീരുമാനമായി. ഒരു നിലക്കും ഞങ്ങൾ ഹിന്ദിയോട് അടിച്ചേൽപ്പിക്കാമെന്ന് അവർ തീരുമാനിച്ചു. ആ ലൈനിൽ ഇന്നും പോവുകയാണ്. കേരളത്തിൽ ഹിന്ദി അത്ര പോകില്ല. ആകെ കൂടി ഹിന്ദി സിനിമ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് കുറച്ചുണ്ട്, കൊച്ചിയിലുണ്ട്, ബാക്കിയൊക്കെ ഹിന്ദുസ്ഥാനി അല്ല കർണാടകത്തിൻ്റെ ആൾക്കാരാണ്. കേരളത്തിൽ ഹിന്ദി സിനിമ അത്ര വ്യാപകമായിട്ട് അന്ന് പ്രദർശിപ്പിച്ചിരുന്നില്ല. ഇതിൻ്റെ സംഗതികളൊക്കെ ഉണ്ട്. അതേ സമയത്ത് ഞാൻ പറഞ്ഞത് ബോംബെയിൽ 1975 ഓഗസ്റ്റ് 15 കഴിഞ്ഞ് ഓഗസ്റ്റ് 28 രണ്ടാമതായിട്ട് അവരത് റിലീസ് ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. കാരണം ഇതേമാതിരി വലിയ സെൻ്ററാണ്. പിന്നെയാണ് മറ്റ് ഡൽഹി ഭാഗങ്ങളിലേക്കൊക്കെ ചെയ്യുന്നത്. ഷോലെ കാലത്തിലൊരു വലിയ ലാൻഡ് മാർക്കായിട്ട് നിൽക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളക്ഷൻ മാത്രമല്ല, ഈ ജനങ്ങളെ മുഴുവനും ഒന്നിപ്പിക്കാൻ കഴിഞ്ഞ ഇതൊക്കെ ഞാൻ പറയുന്നത് രംഗദേ ബസന്തി ആയാലും PK ആയാലും 3DS പിന്നെയും കുറേ മുന്നോട്ടുണ്ട്. ഇതൊന്നും ഗ്രാമീണ മേഖലയിലേക്കൊന്നും അതും ഗ്രാമീണരെ മുഴുവൻ ഒന്നിങ്ങനെ ഒന്നിച്ച് കൊണ്ടുവന്നിട്ടില്ല. ആ നിലയിലേക്ക് സിനിമയെ കൊണ്ടുപോയത് ഷോലെ എന്നുള്ള സിനിമയാണ്.